കൊക്കോയുടെ വില കുതിക്കുന്നു. ഉൽപ്പന്നമില്ലാതെ കർഷകർ ആശങ്കയിൽ. പ്രതികൂല കാലാവസ്ഥയാണ് വില്ലനായത്. രോഗബാധയും കർഷകർക്ക് നിരാശ സമ്മാനിക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥ നിമിത്തം സംസ്ഥാനത്ത് കൊക്കോ ഉൽപാദനം തീർത്തും കുറഞ്ഞു. അടുത്ത വർഷവും വിളവ് കാര്യമായി ലഭിക്കില്ലെന്നാണ് കർഷകർ പറയുന്നത്. ഉൽപാദനം കുറഞ്ഞതാണ് ഉൽപ്പന്നത്തിന്റെ വിലക്കയറ്റത്തിന് അവസരമൊരുക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിലനിന്ന കനത്ത മഴ ഹൈറേഞ്ചിലെയും മറ്റു ഭാഗങ്ങളിലെയും തോട്ടങ്ങളിൽ കൊക്കോ പൂക്കൾ അടർന്നു വീഴും നശിച്ചു. ഉൽപ്പന്ന ലഭ്യത കുറയുമെന്ന് തിരിച്ചറിഞ്ഞതോടെ ബഹുരാഷ്ട്ര കമ്പനികൾ അടക്കമുള്ള ചോക്ലേറ്റ് വ്യവസായികൾ വിപണിയോട് കൂടുതൽ താല്പര്യം കാണിച്ചതാണ് മധ്യ കേരളത്തിൽ കൊക്കോ വില ഉയരാൻ കാരണം. കൊക്കോയ്ക്ക് 695 രൂപ മുതൽ 710 രൂപ വരെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച്, കൊക്കോ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ലാഭകരമായ ഒരു കൃഷിയായി ഇപ്പോൾ തോന്നിയിട്ടുണ്ട്. ഏതായാലും ഇത് കളയാതിരുന്നത് തന്നെ ഒരു അനുഗ്രഹമായി പോയി. പിന്നെ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ കൊണ്ട് കൊക്കോ പിന്നെ വളരെ കൂടുതലായിട്ട് കായകളൊന്നും ഉണ്ടാകുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനമാണ് കർഷകർക്ക് വിനയായത്. കീടങ്ങളുടെയും അണ്ണാന്റെയും മറ്റ് ജീവികളുടെയും ആക്രമണവും കർഷകരെ വലയ്ക്കുകയാണ്. കാലങ്ങളിൽ കിട്ടുന്നതിന്റെ 5 പോലും ഉൽപ്പാദനമില്ലാത്ത രീതിയിലേക്ക് അഴുകൽ രോഗം ഇതിനെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. പക്ഷേ അധികാരികൾ ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല. ഇതിന് കർഷകർക്ക് ബോധവൽക്കരണം കൊടുക്കുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കൊക്കോയ്ക്ക് ഇടവിളയായിട്ട് കൃഷി ചെയ്യുന്ന കൊക്കോ കൃഷിക്കുന്ന നാമമാത്ര കർഷകർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം വില വന്നെങ്കിൽ ഇപ്പോൾ ഉൽപ്പാദനത്തിൽ ഗണ്യമായ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ന്യായമായ വില ലഭിക്കുന്നതിനാൽ കർഷകർ കൂടുതലായും കൊക്കോ വെച്ച് പിടിപ്പിച്ചുവെങ്കിലും ഉൽപാദനമില്ലാത്തത് കർഷകരെ വലിച്ചു. ചെടികൾ ഉണ്ടെങ്കിലും കർഷകർക്ക് ഇത് കണ്ടു നിൽക്കാനേ കഴിയൂ. വരുന്ന സീസണിലും വലിയ പ്രതീക്ഷയൊന്നും കർഷകർ വെച്ചു പുലർത്തുന്നില്ല. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.